കിയാമത്ത് നാളിന്റെ അടയാളമാണ് ഈ ചുംബന സമരം പോലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് ഉസ്താദിന്റെ ഒരു പ്രസംഗം ഉണ്ടായി. അതുപോലെ തന്നെ ഉസ്താദ് പ്രസംഗിച്ച കാര്യമാണ്, ഇന്നാട്ടിലും ഉണ്ടല്ലോ ഒരു സഹോദരി, ഈർക്കിൽ കമ്പിൽ തുണിതിറ്റ പോലൊരു സഹോദരി, ടൂ വീലറിൽ ചെറുപ്പായുന്ന സഹോദരി, ഈ സഹോദരിക്ക് പടച്ചവൻ ദീർഘായുസ്സും ആഫിയത്തും റഹ്മത്തും ബർക്കത്ത് നൽകുമാറാട്ടെ ആമീൻ എന്ന് അങ്ങനെ പറഞ്ഞു. നിങ്ങളിപ്പോ ആ സ്റ്റേജിലുണ്ടോ, വേദിയിലുണ്ടോ? കേക്കാണ് ഞാന്, അതെങ്ങനെ കിടന്ന് കേക്കാണ്. മൈക്കിൽ അനൗൺസ് ചെയ്യുന്ന ഡയറക്റ്റ് ഒരു ഷോർട്സും ബൈക്കും ഒക്കെ എടുത്തോണ്ട് നേരെ ചെന്ന് ഞാൻ കേട്ടിട്ടുള്ള കിയാമത്ത് നാളിന് ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. എല്ലാവരും അങ്ങ് സ്റ്റോപ്പായി പോയി. എന്തിനും ഇവിടെ കയറി പറഞ്ഞു, എന്തിനും ഇത് ആണുങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലമാണ് ഇങ്ങനെ. ആദ്യം ആ സ്വഭാവം നന്നാകും. അതായത് ബൈക്കിലോ എവിടെയെങ്കിലും പാചോ ജീസോ ഇട്ടൊരിടത്തോ അള്ളാഹുവൊക്കെ ശരിക്കും. പക്ഷേ ഈ സ്വഭാവമൊക്കെ നന്നായിക്കൊണ്ടിരുന്നാൽ എല്ലാവരെയും കുറ്റവും പറഞ്ഞും തെറി പറഞ്ഞൊക്കെ ഉപേസം കാണിച്ചു നടക്കുന്നുണ്ട്. തുറന്നു കഴിഞ്ഞ് എന്താ പറയുക, കുറ്റവും പറിക്കുന്നൊരു സ്വഭാവമുള്ളൂ. താൻ എല്ലാം തികഞ്ഞു എന്നുള്ള ഭാവം മാറ്റുക, അള്ളാഹു അത് ക്ഷമിച്ചോളൂ. കിയാമത്ത് എന്നുള്ള ഉസ്താദ്മാരുണ്ട്, അവന്മാരെ പക്കാ കള്ളന്മാരാണ്. അത് വേറെ കാര്യം. അവന്മാർ ഈ പുരോഗമനവാദം പറയുന്നവരില്ലേ, കള്ളന്മാരാ. തിക്കള് നിങ്ങൾ ഭയങ്കരമായിട്ട് തുറന്നാൽ തേറി, തുറന്നുള്ള ഇത് തേറി, കുറേ കുറ്റം പറിച്ചിൽ, ഞാനെന്താ പാവം, ഇതൊക്കെ ഉപേക്ഷിച്ചാൽ മതി.